Hello dear students, welcome back to computer programming. We are in the last session of chapter 3 of computer applications commerce and chapter 4 of computer science, principles of programming and problem solving. In the last class, we discussed a problem that requires the use of looping structure for its algorithm. ഓർമ്മയുണ്ടല്ലോ അല്ലേ? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ലൂപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. വാക്കുകൾ ഓർമ്മയുണ്ടോ? റിപ്പീറ്റ്, വൈൽ, ഈ 2 വാക്കുകളാണ് ഉപയോഗിച്ചത്. റിപ്പീറ്റിനോടൊപ്പം ഏതൊക്കെ സ്റ്റെപ്സാണ് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. വൈലിനോടൊപ്പം കണ്ടീഷൻ. ആസ് ലോങ് ആസ് ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ, ദോസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ദോസ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതാണല്ലോ ലൂപ്പിംഗ് സ്ട്രക്ചറിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതേ അൽഗോരിതം തന്നെയാണ്. To print the first 100 natural numbers. ഇവിടെ 100 വരെ മതി എന്ന് തീരുമാനിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, കണ്ടീഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞതുകൊണ്ട് 1 to 100 കിട്ടി. 1 എങ്ങനെ തുടങ്ങി? n-ൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആയിരുന്നു. 2 ആയതോ n ഈക്വൽസ് n + 1 കൊടുത്തു. ഓക്കെ, അതൊക്കെ അറിയാം. എൻ്റെ ചോദ്യം ഞാനൊന്ന് മാറ്റുകയാണ്. ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് 500 നാച്ചുറൽ നമ്പേഴ്സ് എന്നായിരുന്നുവെങ്കിൽ 100-ന് പകരം 500 വരെ പോകണം. എന്ത് മാറ്റം വരുത്തണം? കറക്റ്റ്, നിങ്ങൾ പറയുന്നത് തന്നെയാണ്. കണ്ടീഷനിൽ മാത്രം ഒരു മാറ്റം വരുത്തിയാൽ മതി. ഇത് നോക്കിക്കോളൂ, എന്ത് ചെയ്യണം? ഇതല്ലേ മനസ്സിൽ വരുന്നതും? ശരിയാണ്, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിക്കഴിഞ്ഞു, അൽഗോരിതം ആയിക്കഴിഞ്ഞു. 1 മുതൽ 500 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള അൽഗോരിതം. ഓക്കെ, ഞാൻ വീണ്ടും ഒരു മാറ്റം വരുത്തുകയാണ്. എൻ്റെ ചോദ്യത്തിൽ ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നാക്കുന്നു. എത്ര വരെയാണെന്ന് പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറയാൻ ആവശ്യപ്പെട്ടു എന്ന് കരുതുക. ആദ്യത്തെ n സംഖ്യകൾ പറയുക. എങ്ങനെ പറയും? പറഞ്ഞോ? 1, 2, 3 എക്സെട്ര അപ് ടു n. അങ്ങനെയാണോ പറയേണ്ടത്? അതൊരു ശരിയായ ഉത്തരമാണോ? അഫ്കോഴ്സ് നമുക്ക് മനസ്സിലാവും. കമ്പ്യൂട്ടറിനോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതുവരെയാണ്? അതാണ് ഒരു ആംബിഗ്വിറ്റി ഉണ്ടാകാൻ പാടില്ല. അൽഗോരിതം എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിഗ്വസ് എന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായിട്ട് പറയണം എവിടം വരെയാണ്. ഇറ്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് അറ്റ് സം പോയിന്റ്. ആ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവസാനിക്കണം. അതെവിടെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പർ ലിമിറ്റ് എവിടം വരെ പോകണം? സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? 1 തൊട്ട്, അത് നമുക്കറിയാം. 1, 2, 3, 4 ഇത് എവിടം വരെ കൊണ്ടുപോകണം? അതിൻ്റെ ഒരു ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, അവസാനത്തെ വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സപ്പോസ് ആ ലിമിറ്റ് അതിനെ സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ ലിമിറ്റ് എന്ന് തന്നെ വിചാരിച്ചോളുക. അവസാനത്തെ നമ്പർ ഏതാണ് അല്ലെങ്കിൽ ഏതുവരെയാണ് പോകേണ്ടത് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ലിമിറ്റ് എന്ന വേരിയബിൾ ഉണ്ടെന്ന് കരുതുക. എന്ത് ചെയ്യണം? ആ കണ്ടീഷൻ ശ്രദ്ധിച്ചോളൂ. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. അങ്ങനെ പറഞ്ഞാൽ പോരെ? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ആ ലിമിറ്റ് എന്ന വേരിയബിൾ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അവിടം വരെ പ്രിൻ്റ് ചെയ്യുക എന്നാവില്ലേ അർത്ഥം? ലിമിറ്റ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്രയാ? അറിയില്ലല്ലോ. കൊടുക്കണം. യൂസറിൽ നിന്നും ഇഷ്ടമുള്ള ഒരു നമ്പർ മേടിക്കണം. n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ടോ? 100 വരെയാണോ ആവശ്യം എങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ 100 ആയിരിക്കണം. 200 വരെയാണോ ആവശ്യം എങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ 200 ആയിരിക്കണം. 1000 വരെ വേണോ എങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ 1000 ആയിരിക്കണം. അപ്പോൾ ഏത് നമ്പറാണ് ലിമിറ്റ് എന്ന വേരിയബിൾ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. കമ്പ്യൂട്ടറിനെ കൊണ്ട് ചോദിച്ച് വാങ്ങിക്കണം. എന്ത് സ്റ്റേറ്റ്മെൻറ്റ് വേണം? കറക്റ്റ്, നിങ്ങൾ പറയുന്നുണ്ട് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടേ? ലിമിറ്റ് എന്ന വേരിയബിളിന് വാല്യൂ കിട്ടണം എങ്കിൽ മാത്രമേ ഈ അൽഗോരിതം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് എവിടെയാണ് വരേണ്ടത്? ആ റെപ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ്
n ഈക്വൽസ് 1 എന്ന സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായാലും കുഴപ്പമില്ല, അതിന് തൊട്ട് ശേഷമായാലും കുഴപ്പമില്ല. എന്തായാലും സ്റ്റെപ്പ് 3ക്ക് മുമ്പ് ലിമിറ്റ് എന്ന വേരിയബിളിന് ഒരു വാല്യൂ കിട്ടിയിരിക്കണം. അതിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണം. എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഈ അൽഗോരിതത്തിൽ എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടത്? ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ മനസ്സിലും വരുന്നത്? എഴുതിക്കോളണേ നോട്ട്ബുക്കിൽ. ഞാനിവിടെ സ്റ്റെപ്പ് 2 ആയിട്ട് ഇൻപുട്ട് ലിമിറ്റ് എന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ലിമിറ്റ് എന്ന വേരിയബിളിന് വാല്യൂ കിട്ടുമല്ലോ, ഇനി കുഴപ്പമില്ലല്ലോ. ലിമിറ്റ് എന്ന വേരിയബിളിന് ഏത് വാല്യൂ കിട്ടിയാലും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും. സോ യു വിൽ ഗെറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to n വേർ n വിൽ ബി ഗിവൺ ബൈ ദി യൂസർ. നമുക്കിഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാൻ സാധിക്കും, അതനുസരിച്ച് വർക്ക് ചെയ്യും. ഓക്കെ, ശരി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 4 വളരെ കീനായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണേ. സ്റ്റെപ്പ് 4ലാണ് ആ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? 5ഉം 6ഉം റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ സ്റ്റെപ്സ് 4, 5, 6 ഇവിടെ ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു, അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ തുടക്കത്തിൽ കണ്ടീഷൻ പറയുന്നു, അതിനുശേഷമാണ് റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് പറയുന്നത്. ഞാനിതിനെ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ആ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് നമ്പർ 6 ആയിട്ടാണ്. ഇപ്പോഴും പറയുന്നു റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ശ്രദ്ധിക്കണേ, ഒരു മാറ്റം ശ്രദ്ധിക്കണേ. ഇത്തവണ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ലൂപ്പ് ബോഡി റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ഇൻസ്ട്രക്ഷൻ, അതിനാണല്ലോ ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. അതേതൊക്കെയാണ്? പ്രിന്റ് n ഈക്വൽസ് n+1. ഓക്കെ, അത് രണ്ടും ആദ്യം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ബാക്കിലേക്കാണ് ഒരു കൺട്രോൾ ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. കണ്ടീഷൻ പിന്നാലെ ചെക്ക് ചെയ്യുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ എഴുതിയിരിക്കുന്ന ഈ അൽഗോരിതത്തെ സംബന്ധിച്ച് നേരത്തെ രീതിയിൽ എഴുതിയാലും, അതായത് ആ റിപ്പീറ്റ് എന്ന് തുടങ്ങുന്ന ഇൻസ്ട്രക്ഷൻ ആദ്യം പറഞ്ഞിട്ട് ബോഡി രണ്ടാമത് വന്നാലും, ബോഡി ആദ്യം പറഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്താലും ദാറ്റ് വോണ്ട് മേക്ക് എനി ഡിഫറൻസ്. പക്ഷേ ഇവർ തമ്മിൽ വ്യത്യാസം വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ആദ്യം എഴുതിയ ശൈലിയാണ്. അതായത് കണ്ടീഷൻ ആദ്യം വന്നിരിക്കുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് ആദ്യമാണ് വരുന്നത്, ബോഡി പിന്നാലെ. ഇവിടെ തൽക്കാലം നമുക്ക് അസ്യൂം ചെയ്യാം ലിമിറ്റ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിച്ചോളുക. ലിമിറ്റ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആണെന്ന് കരുതുക. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതാണേ. ഞാൻ 0 കൊടുത്തു, അറിഞ്ഞോ അറിയാതെയോ 0 കൊടുത്തു. ഈ അൽഗോരിതത്തിൻ്റെ ഒരു വർക്കിംഗ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സ്റ്റെപ്പ് 3 എന്ത് സംഭവിച്ചു? n-ൻ്റെ വാല്യൂ 1 ആയി. കറക്റ്റാണ്. അടുത്തെന്താ പറയുന്നത്? റിപ്പീറ്റ് സ്റ്റെപ്സ് 5 and 6 വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. n-ൻ്റെ വാല്യൂ ലിമിറ്റിൻ്റെതിനേക്കാൾ ചെറുതോ തുല്യമോ ആണെങ്കിൽ 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. n-ൻ്റെ വാല്യൂ എത്ര? 1. ലിമിറ്റിൻ്റെ വാല്യൂയോ? 0. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. കണ്ടീഷൻ ട്രൂ ആണോ? കണ്ടീഷൻ ട്രൂ അല്ല. ട്രൂ അല്ലാത്തത് കൊണ്ട് തന്നെ 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. There will not be any output when this algorithm is executed with the value of limit as 0. ലിമിറ്റ് എന്ന വേരിയബിളിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ അൽഗോരിതം ഒരു ഔട്ട്പുട്ടും തരില്ല. ഔട്ട്പുട്ട് കിട്ടണമായിരുന്നെങ്കിൽ 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യണ്ടേ? അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഏതൊക്കെയാ? 5ഉം 6ഉം പ്രിന്റ് n ഈക്വൽസ് n+1. ഒരു തവണ പോലും അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? തുടക്കത്തിലെ കണ്ടീഷൻ ഫോൾസ് ആയി. ശരി, ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ അൽഗോരിതം എഴുതിയത് ഈ രീതിയിലായിരുന്നുവെങ്കിൽ എങ്ങനെ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലൂപ്പ് ബോഡിക്ക് ശേഷമായിരുന്നുവെങ്കിൽ, ആ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ബോഡിക്ക് ശേഷമാണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോഴും ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണേ കൊടുക്കുന്നത്. ഒരേ കേസിനെ തന്നെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. റിപ്പീറ്റ് എന്ന ഇൻസ്ട്രക്ഷൻ ആദ്യം കൊടുത്താൽ എന്ത് സംഭവിക്കും, അവസാനം കൊടുത്താൽ എന്ത് സംഭവിക്കും, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ്. ശരി, അൽഗോരിതം വർക്ക് ചെയ്ത് നോക്കൂ. n-ൻ്റെ വാല്യൂ 1. സ്റ്റെപ്പ് 3 എക്സിക്യൂട്ട് ചെയ്തു, n-ൻ്റെ വാല്യൂ 1. സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്? പ്രിന്റ് n. 1 പ്രിന്റ് ചെയ്തു, 1 പ്രിന്റ് ചെയ്തു. അതിനുശേഷം സ്റ്റെപ്പ് 5 n ഈക്വൽസ് n+1. n-ൻ്റെ വാല്യൂ 2 ആയി. അടുത്തോ സ്റ്റെപ്പ് 6 എത്തുന്നത്. റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. n-ൻ്റെ വാല്യൂ എത്ര? 2. ലിമിറ്റിൻ്റെ വാല്യൂ 0. കണ്ടീഷൻ ഫോൾസ്. റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമോ? ഫസ്റ്റ് ടൈം കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ തന്നെ കണ്ടീഷൻ ഫോൾസ് ആയി. പക്ഷേ അതിനു മുമ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയോ? കിട്ടി. എത്ര? 1 എന്ന ഔട്ട്പുട്ട് കിട്ടി.
തെറ്റല്ലേ ശരിക്കും ആ ഔട്ട്പുട്ട്? ആദ്യത്തെ 0 നാച്ചുറൽ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഡിസ്പ്ലേ പാടുണ്ടായിരുന്നോ? പാടില്ല. നേരത്തെ അൽഗോരിതം കറക്റ്റ് ആയിരുന്നു, ഒന്നും ഡിസ്പ്ലേ ചെയ്തില്ല. ആദ്യത്തെ 0 നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് അൽഗോരിതം എഴുതിയതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1. വ്യത്യാസം മനസ്സിലായോ? ലൂപ്പിംഗ് സ്ട്രക്ചർ നമ്മൾ 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യത്തേതിനെ പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, രണ്ടാമത്തേതിനെ പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ഒരു അൽഗോരിതം എഴുതുമ്പോൾ പിന്നീട് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുമ്പോഴും ലൂപ്സ് 2 തരത്തിലാണുള്ളത്. എൻട്രി കൺട്രോൾഡ് ലൂപ്സ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്സ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഇത് ഈ പോയിൻറ്റ്സൊക്കെയാണോ മനസ്സിൽ വരുന്നത്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി അതായത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആദ്യം കണ്ടീഷൻ, പിന്നെ ബോഡി. അതാണ് എൻട്രി കൺട്രോളിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എന്താ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയാവുന്നത്? ബോഡി മേ നെവർ ബി എക്സിക്യൂട്ടഡ്. ഇത്തരം അൽഗോരിതംസിൽ ബോഡി ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ലൂപ്പിംഗ് സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. എന്നിട്ട് ഒരു തവണ പോലും എക്സിക്യൂട്ട് ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇൻ ദ കേസ് ഓഫ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ക്ലിയർ? അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിറ്റ് കൺട്രോളിൽ പറഞ്ഞാൽ എന്ത് പോയിൻറ്റ്സ് പറയാം? ഇതല്ലേ നിങ്ങളുടെ മനസ്സിലും വരുന്നത്? കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും അറ്റ് എനി കോസ്റ്റ്, അതിനുശേഷമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. നേരത്തെ എന്താ പറഞ്ഞേ? കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ മാത്രം ബോഡി. അതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എക്സിറ്റിലെത്തുമ്പോഴോ ബോഡി ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ക്ലിയർ? അതുകൊണ്ട് അടുത്ത പോയിന്റിൽ എന്ത് പറയാം? ബോഡി വിൽ ഷുവർലി ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണ ബോഡി എന്തായാലും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. കണ്ടീഷൻ ട്രൂ ഓർ ഫോൾസ് അതൊന്നും പ്രശ്നമല്ല, ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തവണ പോലും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരരുത് എന്നാണ് ഉദ്ദേശമെങ്കിൽ വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ദ ലൂപ്പ് ഏത് രീതിയിൽ? ആസ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എന്നാൽ എന്ത് സംഭവിച്ചാലും ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. റെപ്പറ്റീഷൻ നടന്നില്ലെങ്കിൽ പോലും ഒരു തവണ അറ്റ് എനി കോസ്റ്റ് ആ ബോഡി എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൻ്റെ ഫെസിലിറ്റി തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇത് ഓർത്ത് വയ്ക്കാനായിട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനം ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാനൊരു സിറ്റുവേഷൻ പറയാം. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട് അല്ലേ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യരുത്. ഒരു പക്ഷേ ബൈ ചാൻസിൽ ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറിയെന്ന് വിചാരിച്ചോളാം. ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ട്രെയിനിൽ കയറി സമയമാകുമ്പോഴത്തേനും എന്താണ് അനൗൺസ്മെൻറ്റ് വരുന്നു, ട്രെയിൻ മൂവ് ചെയ്യുന്നു. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് TTE വരുന്നത് അല്ലേ? ടിക്കറ്റ് പരിശോധിക്കാൻ വരുന്നു. നമ്മുടെ അടുത്തെത്തുന്നു, നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ശരിക്കും ടിക്കറ്റ് ഉള്ളവർ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ടിക്കറ്റ് ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാം, ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ടിക്കറ്റ് വേണം, യാത്ര ചെയ്യാൻ ടിക്കറ്റ് വേണം, ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ബട്ട് ഇവിടെ ടിക്കറ്റ് ഇല്ല. ഞാൻ ട്രെയിനിനകത്ത് കയറി, ഞാൻ യാത്ര ചെയ്യുന്നു. ഇടയ്ക്ക് വെച്ച് ചങ്ങല വലിച്ച് നിർത്തി നമ്മളെ ഇറക്കി വിടാൻ പോകുന്നില്ല. ഫൈനോ മറ്റ് ശിക്ഷാ നടപടികളൊക്കെ തരും, അതൊക്കെ കയറ്റി വാങ്ങിച്ചോളാം. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുക. അപ്പോൾ ഒരു സ്റ്റോപ്പ് വരെ അടുത്തടുത്തുള്ള 2 സ്റ്റേഷൻ്റെ ഇടയിൽ യാത്ര ചെയ്യാം ടിക്കറ്റ് ഇല്ലാതെ തന്നെ. ടിക്കറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു സ്റ്റേഷൻ വരെയുള്ള ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ടിക്കറ്റ് ഉണ്ടെങ്കിൽ അകത്തിരിക്കാമായിരുന്നു, ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെളിയിൽ തള്ളി, എക്സിറ്റ് അടിച്ചു. എപ്പോഴാണ്? ഒരു സ്റ്റേഷൻ വരെയുള്ള യാത്രയ്ക്ക് ശേഷം. അപ്പോൾ ഒരു സ്റ്റേഷൻ വരെയുള്ള യാത്ര സാധിക്കും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പിലോ ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ച് ആലോചിച്ചു. ഒരു ഫ്ലൈറ്റ് യാത്ര, ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ആ പ്ലെയിനിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റത്തില്ല. അതിനകത്ത് കയറുന്ന കാര്യം പോട്ടെ, അതിനടുത്ത് പോലും എന്തിനാ ആ ക്യാബിൻ്റെ അകത്ത് പുറത്തേക്ക് അവരൊരു വാഹനത്തിൽ കയറ്റിയാണല്ലോ നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, അതിലേക്ക് പോലും വിടത്തില്ല. സോ ദർ ഇസ് നോ ചാൻസ്.
അപ്പോൾ ഫ്ലൈറ്റ് യാത്ര എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, ട്രെയിൻ യാത്ര എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഓർത്ത് വെച്ചോളൂ. ഓക്കെ, നമ്മളപ്പോൾ കുറേയേറെ അൽഗോരിതംസ് കണ്ടു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അതിനകത്ത് സീക്വൻഷ്യൽ ഫ്ലോയിലുള്ള അൽഗോരിതം യൂസ് ചെയ്തു ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. മറ്റു ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സെലക്ഷൻ സ്ട്രക്ചർ എന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചു. കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ട് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവയിൽ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്നുള്ള നിലയിൽ മൾട്ടി ബ്രാഞ്ചിങ് സെലക്ഷൻ നമ്മൾ കണ്ടു. പിന്നീട് കണ്ടത് ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ്, റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു പ്രോബ്ലമേ സോൾവ് ചെയ്തിട്ടുള്ളൂ, ഒത്തിരിയേറെ പ്രോബ്ലംസ് ഉണ്ട്. അത് ഈ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. പ്രോഗ്രാം എഴുതി തുടങ്ങും. അൽഗോരിതം ഫ്ലോ ചാർട്ടും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്തുവാ? കോഡിംഗ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അൽഗോരിതങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. അതിനാണല്ലോ പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. ആ കോഡിംഗ് സമയത്ത്, പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഡിറൈവ് ചെയ്യും. അതായത് അൽഗോരിതം നമ്മൾ തയ്യാറാക്കും. അത് എഴുതി തയ്യാറാക്കിയില്ലെങ്കിലും മനസ്സിലെങ്കിലും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. അതിനുശേഷം അതിനെ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സമയത്ത് ലൂപ്സ് ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അസൈൻമെൻറ്റിനായിട്ട് ചിലത് ഞാൻ തരുന്നുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജ്, വളരെ ലെങ്തി ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ അവസാനിപ്പിച്ചു. ഏതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്? പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ടല്ലോ, അതിലെ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ അവസാനിപ്പിച്ചു. നമ്മുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലോട്ട് ഫോം ചെയ്തു വരുന്നുണ്ട്. ഞാൻ തന്നിട്ടുള്ള അസൈൻമെൻറ്റ്സും എല്ലാം ചെയ്തുവല്ലോ അല്ലേ? ഇനി തരുന്ന അസൈൻമെൻറ്റ്സും കൂടി നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിന്താ പ്രക്രിയ കമ്പ്യൂട്ടറിൻ്റേതിന് സമാനമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. എങ്ങനെയാണ്? വളരെ കോമൺ സെൻസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ 5 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ പാകമായിരിക്കും. ആ ഒരു മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് വളരെ ഈസി ആയിട്ട് മാറും. മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചതാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കോഡിംഗ് ദ പ്രോഗ്രാം. നമുക്കറിയാം, ഇവിടെയാണ് ഒരു ലാംഗ്വേജിൻ്റെ നോളജ് നമുക്ക് വേണ്ടത്. ഒരു ലാംഗ്വേജ്, ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള എൻ്റെ കേപ്പബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഇതുവരെ നമ്മൾ ചെയ്തെന്താ? നമ്മുടെ കോഡിംഗ് സ്കിൽ, നമ്മുടെ യുക്തിചിന്ത, ലോജിക് ഡെവലപ്മെൻറ്റ്, അതിനുള്ള എക്സസൈസും അതുമായിട്ടുമായിരുന്നു നമ്മൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഇനി നമ്മളൊരു ലാംഗ്വേജ് പഠിക്കേണ്ടിയിരിക്കുന്നു. ആ ലാംഗ്വേജ് പഠിക്കുകയും അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ഈ സ്റ്റെപ്സ്, എൻ്റെ ഈ ലോജിക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇനി കാണുന്നത്. അപ്പോൾ അതിനായിട്ട് വി ഹാവ് സോ മെനി ലാംഗ്വേജസ്. അത് ഓരോ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ ചില ലാംഗ്വേജിന് പ്രത്യേക ഒരു കഴിവുണ്ടാവും, അതിൻ്റെ ഒരു സ്യൂട്ടബിലിറ്റി കൂടുതലുണ്ടാവും. എല്ലാ ലാംഗ്വേജും നല്ല ലാംഗ്വേജസ് തന്നെയാണ്. ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അത് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ ലാംഗ്വേജും സുന്ദരമാണ്, അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ സ്യൂട്ടബിലിറ്റി ഉണ്ട്. ഇവിടെയും ജാവയാണെങ്കിൽ കൊള്ളാമായിരുന്നു, C++ കുറച്ച് മോശമല്ലേ, C അതിനേക്കാൾ മോശമല്ലേ, പൈത്തൺ അത് സ്കൂൾ കുട്ടികൾക്കുള്ളതല്ലേ, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും വേണ്ട കേട്ടോ. എല്ലാ ലാംഗ്വേജും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഓരോന്നിനും അതിൻ്റേതായ സ്യൂട്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏത് ലാംഗ്വേജ് ആണോ മോസ്റ്റ് സ്യൂട്ടബിൾ അത് നമ്മൾ പഠിച്ചെടുക്കുന്നു, അതുപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്നു. തൽക്കാലം നമുക്ക് തുടങ്ങാൻ വേണ്ടി C++ എന്ന ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ പഠിക്കുക. ഹൈസ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് പൈത്തൺ പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ടാവും, അത് ഒത്തിരി ഗുണം ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാം എഴുത്ത്. അതിന് പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകൾ, അത് അറിയപ്പെടുന്നത് സോഴ്സ് കോഡ് എന്നാണ്. സോഴ്സ് കോഡ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു അല്ലേ? ട്രാൻസ്ലേഷൻ. നമ്മൾ പറഞ്ഞതാണല്ലോ. അവിടെ എന്താ സംഭവിക്കുക? കൺവേർഷൻ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ച് മാറ്റുക. നിങ്ങൾ ചിലരെങ്കിലും പലപ്പോഴും പറയാറുണ്ട്, വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചില ഉത്തരങ്ങളാണ്, കൺവേർഷൻ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ്. ഇങ്ങനെ പറയാറില്ലേ? തെറ്റല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? കൺവേർഷൻ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുക. അത് ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? ഒരു ലാംഗ്വേജിനെ മറ്റൊരു ലാംഗ്വേജാക്കി മാറ്റാൻ കഴിയുക? നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ ഇംഗ്ലീഷിനെ മലയാളമാക്കാൻ പറ്റുമോ? മലയാളത്തിനെ ഹിന്ദിയാക്കാൻ പറ്റുമോ? മലയാളം മലയാളമാണ്, ഹിന്ദി ഹിന്ദിയാണ്, ഇംഗ്ലീഷ് ഇംഗ്ലീഷുമാണ്. ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കഥയെ മലയാള ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യാം. മലയാളത്തിൽ എഴുതിയ ഒരു കവിതയെ ഹിന്ദിയിലേക്ക് മാറ്റാം.
ആ സൃഷ്ടിയെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ലാംഗ്വേജിനെ അല്ല. അതുകൊണ്ട് ഉത്തരം എഴുതുമ്പോൾ, ഉത്തരം പറയുമ്പോൾ കൃത്യമായിട്ടുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കണം. എന്താ പറയേണ്ടത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അതെടുത്ത് പറയണം. ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയ പ്രോഗ്രാമിനെയാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റുന്നത്, അല്ലാതെ ലാംഗ്വേജിനെ അല്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? സോഴ്സ് കോഡുണ്ട്, അതാണല്ലോ നമ്മൾ എഴുതിയ പ്രോഗ്രാം. ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം, അതിനെ സോഴ്സ് കോഡ് എന്ന് പറയുന്നു. അത് നേരെ ട്രാൻസ്ലേഷൻ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി ഗെറ്റ് അനദർ പ്രോഗ്രാം, നോട്ട് അനദർ പ്രോഗ്രാം, ദ സെയിം പ്രോഗ്രാം ഇൻ അനദർ വേർഷൻ. എന്ത് പറയും അതിന് പേര്? ഓബ്ജക്റ്റ് കോഡ് എന്ന് പറയും. നമ്മൾ എഴുതിയിരിക്കുന്ന സോഴ്സ് പ്രോഗ്രാമിനെ നോക്കി കമ്പൈലർ മറ്റൊരു ലാംഗ്വേജിൽ, അതായത് മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നു. ഇതൊരു ഫയലാണ്, ഇത് വേറൊരു ഫയലാണ്. ഇതിനെ സോഴ്സ് കോഡ് എന്ന് പറയുന്നു. ഈ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടിയ പ്രോഡക്റ്റ്, അതിനെ ഓബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിന് ആവശ്യം ഈ കോഡാണ്. പിന്നെ ഒരു ഇൻ്റർപ്രറ്റർ എന്നൊരു സംവിധാനമുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഇതിന് മുമ്പിലത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ്റെ സെക്കൻഡ് ഭാഗത്തുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിലുള്ള വ്യത്യാസമൊക്കെ. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തായാലും C++ ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനൊരു കമ്പൈലറാണുള്ളത്. അപ്പോൾ അവിടെ നടക്കുന്നത് കമ്പൈലേഷനാണ്. സ്വാഭാവികമായിട്ടും ഓബ്ജക്റ്റ് കോഡ് ഉണ്ടാകുന്നു. ഈ ഓബ്ജക്റ്റ് കോഡ് മെഷീൻ ലാംഗ്വേജിലുള്ള പ്രോഗ്രാം, അതിനെയാണ് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷനെ തുടർന്നുള്ള ഒരു ഫേസിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, ഡീബഗ്ഗിങ്. നമ്മുടെ ലാംഗ്വേജ് എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജാണ് അല്ലേ. ലാംഗ്വേജ് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എറേഴ്സായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഈ എറേഴ്സിനെ മാറ്റേണ്ടതുണ്ട്. ആ സ്റ്റേജിന് പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. റിമൂവിങ് എറേഴ്സ് ഇൻ ദ പ്രോഗ്രാം. നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം, ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിലുള്ള മിസ്റ്റേക്സ്, അതിനെ ബഗ്സ് എന്നും പറയും. ബഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രാണി, മൂട്ട, അതിനെയൊക്കെയല്ലേ ബഗ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഡീബഗ്ഗിങ് എന്ന വാക്ക് വന്നതെന്നറിയാമോ? പണ്ടെങ്ങാണ്ടോ ഒരു കാലത്ത് പഴയ കമ്പ്യൂട്ടർ, വലിയ മെഷീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു റൂം നിറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിന് എന്തോ ഒരു തകരാറ് പറ്റി അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാളിനെ വിളിച്ച് വരുത്തി. അദ്ദേഹം എന്തൊക്കെയോ പണി ചെയ്തു. അവിടെ നിന്ന് അവസാനം അത് ശരിയായി. അപ്പോൾ ചോദിച്ചു, എന്തായിരുന്നു പ്രോബ്ലം? ദർ വാസ് എ ബഗ്. അതിനകത്ത് ഈ പ്രാണികൾ എന്തോ കയറിയിരുന്നു. ഹാർഡ്വെയറിനാണല്ലോ, വലിയ ഒത്തിരി കമ്പോണൻസ് ഒക്കെ ചേർന്നാണല്ലോ ഹാർഡ്വെയർ. അപ്പോൾ ഈ ഹാർഡ്വെയർ പാർട്ടിനകത്ത് എന്തോ ഒരു പ്രാണി ഞാൻ കണ്ടിരുന്നു. അതിനൊക്കെ എടുത്ത് കളഞ്ഞ് തൂത്ത് ഉടച്ചെടുത്തപ്പോഴത്തേനും സംഭവം ശരിയായി. ദർ വാസ് എ ബഗ് ആൻഡ് ഐ ഡീബഗ്ഡ് ഇറ്റ്. ഒരു ബഗ് ഉണ്ടായിരുന്നു, ഞാനതിനെ എടുത്ത് കളഞ്ഞു. അങ്ങനെ ആ വാക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്, ഡീബഗ്ഗിങ്. എനിവേ, റിമൂവിങ് എറേഴ്സ് ഇൻ ദ പ്രോഗ്രാം. ഇവിടെ എന്തുതരം എറേഴ്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, സിൻടാക്സ് എറേഴ്സ്, സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക്സ് എറേഴ്സ്, അതിനെയാണ് റെക്ടിഫൈ ചെയ്യപ്പെടുന്നത്. ആ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിലെന്തെങ്കിലും വയലേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും രണ്ട് തരം എറേഴ്സാണ് വരുന്നത്. ഒന്ന് ഞാനിപ്പോൾ സൂചിപ്പിച്ചു, സിൻടാക്സ് എറേഴ്സ്. മറ്റൊന്ന് ലോജിക്കൽ എറേഴ്സ്. സിൻടാക്സ് എറേഴ്സാണ് എന്ത്? ലാംഗ്വേജിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ. ആ ലാംഗ്വേജിൻ്റെ സിൻടാക്സ്, പ്രോപ്പർ ഗ്രാമർ ഉപയോഗിച്ചിട്ടല്ല നമ്മളൊരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷൻ എഴുതുന്നതെങ്കിൽ അതെല്ലാം എറേഴ്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. അത്തരം എറേഴ്സിനെ മുഴുവൻ നമ്മൾ മാറ്റിക്കൊടുക്കണം. അതായത് ലാംഗ്വേജിൻ്റെ നോളജാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ആ ലാംഗ്വേജിലുള്ള പ്രാവീണ്യം അളക്കുന്ന ഒരു മേഖലയാണത്. അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ സിൻടാക്സ് എറേഴ്സ് മാറിക്കിട്ടും. സിൻടാക്സ് എറേഴ്സ് മാറിയിട്ട് പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്തോന്ന്? ഈ പ്രോഗ്രാം റൺ ചെയ്യുമല്ലോ, റൺ ചെയ്ത് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. അവിടെ വെച്ച് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ശരിയായ ഔട്ട്പുട്ട് അല്ല കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ തെറ്റിപ്പോയി. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശരിക്കും ഫോളോ ചെയ്യേണ്ടിയിരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ല കമ്പ്യൂട്ടറിന് കൊടുത്തത്. നമ്മുടെ കുഴപ്പമാണത്. ഓക്കെ, നമ്മുടെ ലോജിക്കിൻ്റെ കുഴപ്പമാണ്. അതിൽ വല്ല മിസ്റ്റേക്സും വന്നാൽ അതും ഏത് സ്റ്റേജിൽ വരും? അത് എക്സിക്യൂഷൻ സ്റ്റേജിലേ അറിയുള്ളൂ. പ്രോഗ്രാം റൺ ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഈ ഔട്ട്പുട്ട് തെറ്റാണല്ലോ, ഇങ്ങനെയല്ലല്ലോ ഔട്ട്പുട്ട് വരേണ്ടത്, നമ്മൾ മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഔട്ട്പുട്ട് അല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻസിൽ, നമ്മൾ ചെയ്യാൻ പറഞ്ഞ പ്രോസസ്സിലൊക്കെ എന്തൊക്കെയോ തകരാറ് വന്നതുകൊണ്ടാണ്, നമ്മുടെ ലോജിക്കിൻ്റെ ഒരു തകരാറാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് എറേഴ്സും കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീബഗ്ഗിങ് എന്ന് പറയുക. അടുത്ത സ്റ്റേജ് എന്താ? എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. എറേഴ്സ് എല്ലാം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് ആദ്യം റെക്ടിഫൈ ചെയ്യപ്പെടുന്നത് സിൻടാക്സ് എറേഴ്സ്, അതൊക്കെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ. അപ്പോൾ അവിടെ നമ്മൾ സാമ്പിൾ ഡേറ്റ ഉപയോഗിക്കും. ഈ പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആകുന്ന, ഈ പ്രോബ്ലത്തിലൂടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഡേറ്റ, അത് ഒരു ജനറിക് സെൻസിലായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ചില സാമ്പിൾസ് ഒക്കെ നമ്മളെടുത്ത് പരിശോധിക്കും. അങ്ങനെ ചില സാമ്പിൾ ഡേറ്റ കൊടുത്തപ്പോഴത്തേനും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ചില സമയത്ത് ചില പ്രത്യേക സാമ്പിൾ കൊടുക്കുമ്പോഴായിരിക്കും എറർ വരിക.
ചില ഡേറ്റ കൊടുത്തപ്പോൾ കുഴപ്പമില്ല, ചില ഡേറ്റ കൊടുത്തപ്പോഴത്തേനും എറേഴ്സ് വരുന്നു. അപ്പോൾ അതിനെയാണ് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് തെറ്റിപ്പോയാൽ ലോജിക്കൽ എറർ. ഇതങ്ങനെയല്ല, ചില സമയത്തൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, ചിലത് ഔട്ട്പുട്ട് കിട്ടുന്നില്ല, എന്തൊക്കെ സിസ്റ്റം അങ്ങ് സ്റ്റക്ക് ആവുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞോട്ടെ. A/B, എ എന്ന വേരിയബിളിലെ കോണ്ടന്റിനെ ബിയിലെ കോണ്ടന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എയ്ക്കും ബിക്കും 2 വാല്യൂസ് കൊടുക്കുന്നു. ഏത് നമ്പർ കൊടുത്തപ്പോഴത്തേനും കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ ഏതോ ഒരു സമയത്ത് ബിയുടെ വാല്യൂ ആയിട്ട് 0 കൊടുത്തു. ബിയുടെ വാല്യൂ ആയിട്ട് 0 വന്നു. ഡിവിഷൻ ബൈ 0, ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുന്നില്ല. അത് റൺ ടൈം എററായിട്ട് റിപ്പോർട്ട് ചെയ്യും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എക്സിറ്റ് ചെയ്യും. ഇതിനെയാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ചില പ്രത്യേക ഡേറ്റ വെച്ചിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അതിന് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നു. അതും കൂടി റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാം ഒരു സക്സസ്ഫുൾ പ്രോഗ്രാമായി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഏരിയയിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു. ഇനി അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നൊരു പ്രോസസ്സിലേക്കാണ് വരുന്നത്. ഞാൻ സൂചിപ്പിച്ചു 2 തരം ഡോക്യുമെൻറ്റേഷൻസ്, ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയ പ്രോഗ്രാം ഉണ്ടല്ലോ, സോഴ്സ് കോഡ് ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ കമൻറ്റുകളുടെ രൂപത്തിൽ ചില ഫ്രൈസസോ സെൻറ്റൻസസോ ഒക്കെ നമ്മൾ എഴുതി വയ്ക്കും. അത് പക്ക ഇംഗ്ലീഷ് ആയിരിക്കും. നമുക്ക് വായിച്ചാൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആളിന് അല്ലെങ്കിൽ പിന്നീട് ആ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യുന്ന ആളിന് വായിക്കുമ്പോഴത്തേനും ആ കോഡിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടി എഴുതിയിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രൈസസ്, അത് പ്യൂർലി നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. പ്രോഗ്രാമിനകത്ത് കൊടുക്കുന്ന അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമൻറ്റ്സ് എന്നാണ് പറയുക. കമൻറ്റ്. പിന്നെ ഒന്നുള്ളത് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. അത് റിട്ടേൺ ആയിട്ട് എഴുതി വയ്ക്കുന്ന, പ്രിൻറ്റഡ് മാറ്ററിൽ വയ്ക്കുന്ന യൂസർ മാനുവലെന്നോ സിസ്റ്റം മാനുവലെന്നോ ഒക്കെ പറയാവുന്ന തരം ഡോക്യുമെൻറ്റേഷനാണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ഒരു പ്രോബ്ലം പല രീതിയിൽ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ഒരെണ്ണം നമ്മൾ തന്നെ എടുത്ത് ചെയ്തു. ഏതാ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണുന്നത് നമ്മൾ പല രീതിയിൽ ചെയ്തു. ഓരോന്നിനും അതിൻ്റേതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു ദ ബെസ്റ്റ് അൽഗോരിതം എന്ന് വിലയിരുത്തപ്പെടുന്നതുണ്ട്. അപ്പോൾ ഈ അൽഗോരിതത്തിനെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് അൽഗോരിതംസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മിനിമൽ യൂസ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, ഏറ്റവും കുറച്ച് മെമ്മറി ഉപയോഗിക്കുക, ഏറ്റവും കുറച്ച് പ്രോസസ്സിംഗ് ടൈം ഉപയോഗിക്കുക. അതാണല്ലോ കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും കുറവ് ഇൻസ്ട്രക്ഷൻസ്, ഭയങ്കര ലെങ്തി ആയിട്ട് കണ്ടമാനം സ്റ്റെപ്സൊക്കെ എഴുതുന്നതിന് പകരം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കുക, ഏറ്റവും കുറഞ്ഞ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക, എന്നാൽ ഹയസ്റ്റ് ആക്യുറസി കിട്ടുകയും ചെയ്യുക. ഇത്രയും ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ പറയുന്ന കണ്ടീഷൻസ്, അത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന അൽഗോരിതം ഏതാണോ അതിനെയാണ് ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുക, മികച്ച ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോഴത്തേനും എങ്ങനെയെങ്കിലും അത് എഴുതാൻ ശ്രമിക്കരുത്. അഫ്കോഴ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പ്രോഗ്രാം എഴുതുന്നു, അതിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മുടെ ചിന്താ പ്രക്രിയയെ മാറ്റിയെടുക്കണം, വ്യത്യസ്തങ്ങളായ ലോജിക്കുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, അതിൽ മികച്ചതേത് എന്ന് കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഡിമാൻഡ് വരിക. ഏറ്റവും കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടിയ ഉയർന്ന ആക്യുറസിയോടുകൂടിയ റിസൾട്ട് തരുന്ന അൽഗോരിതംസ് ആയിരിക്കും മികച്ച അൽഗോരിതംസ് ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തിങ്ക് ഡൈവേർജൻ്റ്ലി ആൻഡ് ഡിഫറൻ്റ്ലി ടു ഡെവലപ്പ് എഫിഷ്യൻറ്റ് ലോജിക്. ഓക്കെ, അതിനായിട്ട് ചില എക്സസൈസ് കൂടി ഞാൻ തരുന്നു. ഫസ്റ്റ് വൺ, ടു പ്രിൻറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n സംഖ്യകളുടെ തുക കാണുക. നെക്സ്റ്റ് വൺ, ടു ഡിസ്പ്ലേ ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 200, 100നും 200നും ഇടയ്ക്കുള്ള ഈവൻ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഡിസ്പ്ലേ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ നമ്പർ ഹാവിങ് 12 rows. ഒരു നമ്പർ കൊടുക്കുന്നു, അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, 12 വരികളുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസൈൻ ചെയ്യണം. ഞാൻ സപ്പോസ് 5 എന്ന് കൊടുത്താൽ 1 × 5 = 5, 2 × 5 = 10, 3 × 5 = അങ്ങനെ പോയി 12 × 5 = 60 എന്ന് വരെ കിട്ടത്തക്ക രീതിയിലുള്ളൊരു പ്രോഗ്രാം എഴുതണം. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പ്രോഗ്രാമിംഗ് സമയത്ത് സോൾവ് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.